ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമന്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പം തന്നെ ഷെയർ ചെയ്തു. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു പ്രൊജക്ട് ATF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ആൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ എപ്പോഴും ഫ്രീ മൈനിങ് ആണ് നമ്മൾ എല്ലാവർക്കും ഇല്ലെങ്കിൽ എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുന്നത്. അതേപോലെ തന്നെ പുതിയൊരു പ്രൊജക്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല. ഈസി ടു യൂസ് ആണ്. ടെലിഗ്രാം ഒരു ബോട്ട് വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോക്കൺ ഒക്കെ നമ്മൾ എപ്പോഴും മൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ടോക്കൺ ആൾറെഡി ലിസ്റ്റ് ആവാൻ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുക, ഇല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾക്കാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു പ്രൊജക്ട് ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവർ ആൾറെഡി തന്നെ ലിസ്റ്റ് ആയ ഒരു ടോക്കൺ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് മൈൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. ആ ഒരു ടോക്കൺ ഇപ്പൊ തന്നെ 500 ടോക്കൺ 30 രൂപയാണ്, ഇല്ലെങ്കിൽ $0.30 ആണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് മൈൻ ചെയ്യാം. ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് ഒരുപാട് റെഫറിങ് ഷെയർ ഏൺ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പൈസ ആക്കണോ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പൈസ ആക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു ATF എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. റീസെന്റ് തന്നെയാണ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് നിയർലി ആണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു ട്വിറ്റർ പേജ് തുടങ്ങുന്നത്, ഇല്ലെങ്കിൽ ഒരു ബോട്ട് ആൾറെഡി തന്നെ ബോട്ട് വന്ന് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു, ഇതിൽ കയറി കഴിഞ്ഞതും ഇതിനൊരു എന്ത് ചെയ്തു, ഇവർ അപ്ഡേറ്റ് ചെയ്യണം. ഈ ഒരു ബോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് 4-5 പ്രാവശ്യം റീലോഡ് ചെയ്താലാണ് ഇതിൽ എന്താവുള്ളൂ, ഓപ്പൺ ആവുള്ളൂ. അപ്പൊ ഇതിൽ ചെയ്യാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അപ്പൊ എന്തായാലും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി പണ്ട് ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ നിർത്താം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തു. നിങ്ങൾ ഇന്ന് ഇത് മൈൻ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ അവർ CEXലൊക്കെ ലിസ്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പൊ ആൾറെഡി പൈസ ആയിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പൈസ, ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പൈസ മാറ്റാം. ഇല്ല, നിങ്ങൾക്ക് ഇതൊരു സേവിങ്സ് പോലെ ഇത് എടുത്ത് വെച്ച് ഫ്യൂച്ചറിൽ എന്ത് വാല്യൂ കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ 1 മാസം 2 മാസമൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ വാല്യൂ കുറയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ഇപ്പൊ തന്നെ വിൽക്കാം. 11 ബില്യൺ ആണ് ഇവന്റെ സപ്ലൈ. ഇവന്റെ ഒരു പേജിലോട്ട് പോയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ട് ഞാൻ ഈ ഒരു ടെലിഗ്രാം ബോട്ടിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പെട്ടെന്ന് തന്നെ കയറുക, പെട്ടെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. കുറച്ച് സോഷ്യൽ ടാസ്കുകൾ മാത്രമേ. അപ്പൊ എന്തായാലും ഇവന്റെ പ്ലാറ്റ്ഫോമിനെ പറ്റി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ടെലിഗ്രാം ബോട്ടിലേക്ക് പോകാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ടെലിഗ്രാം ചാനലിലേക്ക് വന്നിട്ടുണ്ട്. ഏതൊരു പ്രൊജക്റ്റും ആദ്യം ഇടുന്നത് ടെലിഗ്രാം ചാനലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വെരിഫൈ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. അപ്പോൾ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇവൻ്റെ ഒരു വെബ്സൈറ്റിൽ ആൾറെഡി ഈ ഒരു വിഡ്രോ എടുത്ത പ്രൂഫ് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടത്. നിങ്ങൾക്ക് പൈസ ഒന്നും മുടക്കണ്ട. എത്രത്തോളം ഒരു ടോക്കൺ നിങ്ങൾ മൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് എല്ലാ ടോക്കണും നിങ്ങൾക്ക് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇവൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദ ഫ്യൂച്ചർ ഓഫ് ഫിനാൻസ് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. AI ട്രേഡിംഗ് ഫോറക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ടോക്കണിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. ടോൺ നെറ്റ്വർക്കിലാണ് ഈ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു ടോക്കണെ പറ്റി എല്ലാം സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും എന്നുള്ള ഓപ്ഷൻ അവർ ഓപ്പൺ ആയിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 11 ബില്യൺ ആണ് ഈ ഒരു ടോക്കണിൻ്റെ സപ്ലൈ അവർ പറയുന്നത്. അതേപോലെ തന്നെ 500K+ ആക്റ്റീവ് മൈനേഴ്സ് ഇപ്പോൾ ഉണ്ട്. 2.5 മില്യൺ ട്രാൻസാക്ഷൻ ആൾറെഡി നടന്നു കഴിഞ്ഞു. 1 മില്യൺ കമ്മ്യൂണിറ്റി ഇപ്പോൾ ആൾറെഡി അവർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെയധികം പെട്ടെന്നാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വളർച്ച. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു ടെലിഗ്രാം മിനി ആപ്പാണ് ഉണ്ടാക്കുന്നത്, അത് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നിട്ടാണ് ആൾക്കാരോട് മൈൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഫണ്ടിങ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൂടിയാണ്. അതേപോലെ തന്നെ ഇവർ കൊണ്ടുവരാൻ പോകുന്നത് ലൈറ്റ്നിങ് ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ സ്പീഡ്, കമ്മ്യൂണിറ്റി ഡ്രൈവൺ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 11 ബില്യൺ ആണ് ഈ ഒരു ടോക്കണിൻ്റെ സപ്ലൈ. എന്നിട്ട് ഇത്രത്തോളം വാല്യൂ ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവൻ്റെ ഒരു ലോഞ്ച് കാര്യങ്ങൾ, റോഡ് മാപ്പ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു DX ലിസ്റ്റിംഗ് ഫസ്റ്റ് തന്നെ ഒരു ടെലിഗ്രാം മിനി ആപ്പാണ്. അതേപോലെ തന്നെ ഇതിനൊരു എക്കോസിസ്റ്റം എയർ ഡ്രോപ്പ് ആയിട്ട് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് DX ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും DX ലിസ്റ്റിംഗ് അവർ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇതിന് ലിക്വിഡിറ്റി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇതിന് ഇപ്പോഴും റിയൽ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഗ്ലോബൽ എക്സ്പാൻഷൻ ഒരു CX എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ടയർ 1 എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ സമയം എടുക്കും. ഓരോ എക്സ്ചേഞ്ചിലൊക്കെ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല രീതിയിൽ ഫണ്ടിങ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇവൻ്റെ ഓൺ എക്സ്ചേഞ്ച് ഉണ്ട്. എല്ലാത്തിലും ഫണ്ടിങ് കൊടുക്കണം. അപ്പോൾ പൈസ ഇട്ടിട്ടുള്ള കളികളാണ്. ഒരുപാട് ആൾക്കാരിൽ നിന്ന് പൈസ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങുന്നില്ല. അപ്പോൾ മേ ബി ഫ്യൂച്ചറിൽ എന്തെങ്കിലും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള പ്ലാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ഒരു ടോക്കൺ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ ഇതിൽ ആൾറെഡി തന്നെ ഒരു ഡെഫി ഇല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈസി മെത്തേഡാണ്, ഒന്നും ചെയ്യാനില്ല. ഞാൻ തന്നിട്ടുള്ള എൻ്റെ ലിങ്കിൽ നിങ്ങളൊന്ന് കയറുക. ലിങ്കിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പാണ് കാണുക. അപ്പോൾ ഈ ഒരു ആപ്പിൽ ഇവിടെ മൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വാലറ്റ് കണക്ഷനാണ്. അപ്പോൾ തൊട്ട് മേലെ തന്നെ എൻ്റെ പേര് കാണുന്നില്ലേ, സുമിത്ത് ലെവൽ 99 റെഡി. അതിൻ്റെ തൊട്ടിപ്പുറത്ത് എൻ്റെ ഇവിടെ വാലറ്റ് കണക്ഷൻ ഉണ്ട്.
ഉണ്ട്. അവിടെ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുക. വാലറ്റ് കണക്ട് ചെയ്ത് ഞാനിവിടെ ടെലിഗ്രാം വാലറ്റ് തന്നെയാണ് കണക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ടോൺ നെറ്റ്വർക്കിലുള്ള വാലറ്റും കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആൾറെഡി ടെലിഗ്രാമിലുള്ള കാരണം ടെലിഗ്രാം ഓപ്ഷൻ തന്നെ അവിടെ ഫസ്റ്റ് വന്ന് കിടക്കും. അപ്പോൾ ആ ടെലിഗ്രാം വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മൈൻ സെഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ആക്റ്റീവ് ആയാൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഈ ഒരു മൈനിങ് സ്റ്റാർട്ട് ആവുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു 2 വാലറ്റ് ഉണ്ട്. ഒന്ന് ഹോൾഡിംഗ് വാലറ്റ്, അതേപോലെ തന്നെ പൂൾ വാലറ്റ് എന്നുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ. നിങ്ങൾ ഒരു വിഡ്രോ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാക്സിമം അതിലൊരു പെർസെൻറ്റേജ് നിങ്ങൾ മൈൻ ചെയ്തിട്ടുള്ള ഒരു പെർസെൻറ്റേജ് നിങ്ങളുടെ ഹോൾഡിംഗ് വാലറ്റിലേക്ക് പോകും. അത് എന്തിനാണ് ഹോൾഡിംഗ് വാലറ്റിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ലെവൽ 99 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു ആപ്പ് ഇപ്പോഴൊക്കെ മെയിൻ്റനൻസ് ആണ്, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അത് കാരണം കുറച്ച് ലാഗ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് പതുക്കെ 4-5 പ്രാവശ്യം റീലോഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ആപ്പ് എന്ത് ചെയ്യാൻ, ഓപ്പൺ ചെയ്യാൻ. വാലറ്റ് കണക്ട് ചെയ്യുമ്പോഴും എറർ എന്നുള്ള കാണിക്കും. അതേപോലെ തന്നെ മൈൻ ചെയ്യുമ്പോഴും എറർ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും 4-5 പ്രാവശ്യം ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ലെവൽ 99 നിൽക്കുന്നത്. അടുത്തത് എനിക്കിവിടെ ലെവൽ 100 എത്താൻ വേണ്ടി 1204 ETF ടോക്കൺ ഞാനിവിടെ എന്ത് ചെയ്യണം, മൈൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ മൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഈ എന്തിനാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഒരു മൈനിങ് പവർ ഇവിടെ കൂടും. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ലെവൽ കയറുന്നോ അത്രത്തോളം മൈനിങ് പവർ നിങ്ങൾക്ക് ഇവിടെ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്പിൽ തന്നെ കാണാൻ പറ്റും. ഈ ഒരു വാലറ്റിൽ നിങ്ങൾ മൈൻ ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അടുത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ടാസ്ക് വരിക ഓരോ 2 മണിക്കൂറിലും ഇവിടെ ടാസ്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ആൾറെഡി പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് കുറേ ടാസ്കുകൾ ഉണ്ടാവും. ആ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പ്രൊഫൈൽ സെഷനിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് താഴെ നിങ്ങൾക്ക് എത്രത്തോളം ഹോൾഡിംഗ് ആണ്, അതേപോലെ തന്നെ എത്രത്തോളം വാലറ്റാണ് എത്രത്തോളം ടോക്കൺ ആണ് ഹോൾഡിംഗ് വാലറ്റിലും പൂൾ വാലറ്റിലും ഉള്ളത് എന്നുള്ളൊരു കാര്യം അവർക്ക് പറഞ്ഞിട്ടുണ്ട്. വിഡ്രോ ചെയ്യാൻ അവർ പറഞ്ഞിട്ടുള്ളത് മിനിമം 500 അപ്പോൾ എനിക്കിവിടെ ആൾറെഡി എഴുതുന്ന സംതിങ് ഉണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, വിഡ്രോ ചെയ്യുന്നില്ല. ഇത്രയും കൂടി കഴിഞ്ഞിട്ടാണ് വിഡ്രോ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എവിടെ കിട്ടും, നിങ്ങളുടെ ടെലിഗ്രാം ടോൺ വാലറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ അക്കൗണ്ട് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മെയിൻ്റെനൻസ് ഒക്കെ ആയിട്ട് അപ്പോൾ മാക്സിമം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് മൈൻ ചെയ്യുക, ഡെയിലി ഓപ്പൺ ചെയ്യുക, ഒരുപാട് ടോക്കൺ ഏൺ ചെയ്യുക. ഫ്യൂച്ചറിൽ CX ലിസ്റ്റിംഗ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ വളരെയധികം വാല്യൂ കൂടാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൽ പൈസ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ കൊടുക്കുന്നില്ല. അപ്പോൾ എത്രത്തോളം അങ്ങനെ കാര്യം പോകുന്നുണ്ടോ, ഈ ഒരു എയർ ഡ്രോപ്പ് ആയിട്ട് നിങ്ങൾക്ക് ടോക്കൺ കിട്ടുന്നുണ്ടോ അത്രത്തോളം ടോക്കൺ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രൊജക്റ്റുള്ളൂ. മാക്സിമം ആൾക്കാർക്ക് പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാം. അങ്ങനെ റെഫർ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരാളെ റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 100 ATF ടോക്കൺ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് മാക്സിമം ആൾക്കാരോട് പറയുക, ക്രിപ്റ്റോയിൽ എപ്പോഴും നമുക്ക് ഈ ഒരു പൈസ ഇട്ട് കൊടുക്കുക, ടോക്കൺ വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലല്ല. ഒരു പ്രൊജക്റ്റിനെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നിന്ന് അവരിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് കുറേ ടോക്കൺ ഇങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാൻ പറ്റുന്ന ടോക്കൺ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം പ്രൊജക്റ്റുകളുണ്ടോ അതൊക്കെ മൈൻ ചെയ്യുക, എന്നിട്ട് അതിനൊരു ഇൻകം ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു സൈഡ് ഇൻകം ആയി നിങ്ങൾ ജോലിക്ക് പോകേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു സൈഡ് ഇൻകം ആയിട്ട് വെക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു എക്സ്ട്രാ ഇൻകം ആണല്ലോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻകം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എൻ്റെ ഇപ്പോൾ എനിക്ക് കുറച്ച് റെഫർ ഉള്ള ആൾ എനിക്കിത്തിരി കൂടുതൽ ഇവിടെ എന്ത് ചെയ്യും, മൈനിങ് പവർ കൂടും. അതേപോലെ നിങ്ങൾക്ക് മാക്സിമം ആൾക്കാർ ഇതിൽ ഷെയർ ചെയ്യാം. ഒരുപാട് ലീഡേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആക്കാം, അതിൻ്റെ കമ്മ്യൂണിറ്റി പോയിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പം മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ ഇപ്പോൾ തന്നെ കയറുക. അതേപോലെ തന്നെ ഇവിടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ കാണുന്നുണ്ട്. അതിനൊന്നും നിങ്ങൾ ഇപ്പോൾ പേടിക്കേണ്ട. അത് അവർ ഫ്യൂച്ചറിൽ നമുക്ക് വരുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് കൂടുതൽ വിഡ്രോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഈസി ആയിട്ട് ഫ്യൂച്ചറിൽ അങ്ങനെ അത് നിർബന്ധമായാൽ ഞാൻ എന്ത് ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ പ്രൊജക്റ്റ് ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി ഷെയർ ചെയ്യുക. നിങ്ങളുടെ റെഫർ ലിങ്ക് ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലും പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.